Watch full episodes on Jio Hotstar. ഭീം സിംഗ്, ഇവിടെയുള്ള വാതിലുകളും ജനലുകളും ഒക്കെ ശരിക്കും മുറുക്കെ പൂട്ടിക്കോ, അല്ലെങ്കിൽ ആ ലഡ്ഡു സിംഗ് എവിടെന്നെങ്കിലും നുഴഞ്ഞു കയറി വരും. എങ്ങനെയെങ്കിലും എന്റെ ശിവയെ കൊണ്ടുപോകാനായിട്ട് പ്ലാൻ ഇടുകയായിരിക്കും. ഭീം സിംഗ്, അവിടെ എന്തൊരു ശബ്ദം കേട്ടെ? ഞാനാണ് വീണത് മുത്തശ്ശ, ഞാൻ തന്നെയാണ്. ആ നിങ്ങളുടെ സ്വന്തം ലഡ്ഡു സിംഗ്. മുത്തശ്ശ, എന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്ന കരുതുന്നു. ശിവ, ഈ ബുദ്ധിമുട്ടിൽ നിന്ന് എനിക്കൊന്ന് പുറത്തു പോവാൻ നീ എന്തായാലും ആലോചിക്ക്. പ്ലാൻ എന്തേലും ചെയ്തേ പറ്റൂ. ലഡു സിംഗ് സർ, നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ പുറകെ തന്നെ വന്നേക്കാം. താങ്ക് യു ശിവ. ഇന്നിങ്ങോട്ട് വരട്ടെ. പേടാരാം, താൻ ഇവിടെ എന്താ ചെയ്യുന്നേ? ലഡ്ഡു സിംഗ് അങ്ങനെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ പ്രത്യേകം പറഞ്ഞേക്ക്, വീടിനകത്തേക്ക് കയറാനായിട്ട് യാതൊരു പ്ലാനും പാടില്ലെന്ന്. ലഡ്ഡു സിംഗ് ഇന്നിങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ വടി വെച്ച് ശരിക്കും ഇന്ന് ഞാൻ കൊടുക്കുന്നുണ്ട്. മേലൽ അയാൾ പിന്നെ ഈ പഠിക്കാത്ത ചവിട്ട് കയറത്തില്ല. ഇങ്ങോട്ട് വരട്ടെ. എപ്പ നോക്കിയാലും എന്റെ ശിവയെ വന്ന് കൂട്ടിക്കൊണ്ടു പോവാനോ. ഇയാളേക്ക് എന്താ ചെയ്യാ? പിന്നെ വിചാരിക്കണം. നമസ്കാരം. 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 ആക്ച്വലി ഞാൻ ബ്രേവറി ഫൗണ്ടേഷനിൽ നിന്നാണ്. ഞങ്ങള് ധൈര്യശാലികളായ കുട്ടികൾക്ക് അവാർഡ് കൊടുക്കാറുണ്ട്. ഈ പ്രാവശ്യത്തെ പ്രോഗ്രാമിൽ ഞങ്ങൾ ഷീവയ്ക്ക് ബ്രേവസ്റ്റ് ബോയ് ഓഫ് ദി ഇയർ അവാർഡ് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. എന്നിട്ട് ആ അവാർഡ് താങ്കളുടെ കൈ കൊണ്ട് കൊടുക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നു. ഇത് കേട്ടിട്ട് എനിക്ക് വളരെ സന്തോഷമായി. ഞാൻ ഇപ്പൊ തന്നെ ചെന്ന് ശിവയ്ക്ക് ഫോൺ ചെയ്യാം. ഷീവയ്ക്ക് വേണ്ടി നിങ്ങൾ രണ്ടുപേരും ഒരു സർപ്രൈസ് ആണ്. അവൻ ആ പരിപാടിക്ക് ഏതായാലും വരുമല്ലോ. പക്ഷെ അവൻ ഇതറിയത്തില്ല, അവൻ അവാർഡ് കൊടുക്കാൻ പോകുന്നത് അവന്റെ സ്വന്തം മുത്തച്ഛനും മുത്തച്ഛിയുമാണെന്ന്. ഇനിയിപ്പൊ നിങ്ങൾ എന്റെ കൂടെ ഇപ്പൊ വരികയാണെങ്കിൽ വളരെ ഉപകാരമായേനെ. അത് ശരിയാ, ഞാൻ വേഗം ചെന്ന് റെഡി ആയിട്ട് ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വന്നേക്കാം. ഹലോ ഫ്രണ്ട്സ്, സോറി കേട്ടോ, ഞാൻ ഇത്രയും ലേറ്റായി പോയി. ഞാൻ പറയുന്നത് അത് ശരിക്കും ഏലിയൻ ആണ്. ആ ഏലിയൻ ഭയങ്കര സാധന. ലഡ്ഡു സിംഗിനെ പോലെ നമ്മളെ അവരുടെ കൂടെ കൂട്ടിക്കൊണ്ട് പോകും. ഞാൻ വിചാരിക്കുന്നത് രൂപം മാറുന്ന നാഗമാണെന്ന്. ഈ നാഗങ്ങളൊക്കെ ആരെ കണ്ടാലും അവര് വിടത്തില്ല. ഭയങ്കര സാധനങ്ങളാ. നമ്മൾ അവരുമായിട്ട് തല്ലുകൂടാൻ പോവാതിരിക്കാ നല്ലത്. ശിവ, ആ ലഡ്ഡു സിംഗ് സാറിനെ അന്വേഷിച്ച് അത് തിരിച്ചു വന്ന് കൊത്തും കേട്ടാ. എന്നെന്തിനാ കൊത്തുന്നത്? എന്നെന്തിനാ കൊത്തുന്നതെന്ന് പറ. അവൻ എന്നോട് പറഞ്ഞു 5 കോടി രൂപ കൊണ്ടുവരാൻ. ഞാനത് കൊടുത്തു. ഞാൻ എന്താ ചെയ്യാ? അയാള് പറയുന്ന അനുസരിച്ച് ഞാൻ സ്നേക്ക് ഡാൻസ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അയാൾ എന്നെ കൊത്തേണ്ട ആവശ്യം എന്താണ്? ശിവ, നീ എന്തിനൊന്ന് വേഗം ചെയ്യ. ശിവ, ഇങ്ങോട്ട് നോക്കിയേ. ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം ഒരു സയന്റിസ്റ്റ് ആണ്. ഇദ്ദേഹത്തിന്റെ പേര് സജ്ജൻ സിംഗ് ആണ്. പാമ്പുകളുടെ പുറത്ത് കുറെ പരീക്ഷണങ്ങൾ നടത്തുന്ന ആളാ. ഇയാളുടെ അഡ്രസ് മാത്രമേ എനിക്ക് കിട്ടേണ്ടുള്ളൂ. ഗുഡ് ജോബ് റിവർ, ലെറ്റ്സ് ഗോ. നിങ്ങൾ ഇവിടുന്ന് പോയിക്കോ. അതുവരെ ഞാനിവിടെ പാമ്പ് ഡാൻസ് കളിച്ചോണ്ടിരിക്കും. ഹലോ ശിവ, നിന്റെ മുത്തുവും മുത്തിയും എന്റെ കസ്റ്റഡിയിലാണ്. ഇനി അവരുടെ ജീവൻ നിനക്ക് രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഹാങ്ങിങ് വാലിയിലേക്ക് വരൂ. ഓക്കെ, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. പക്ഷെ അവർക്ക് ഒന്നും തന്നെ സംഭവിക്കാൻ പാടില്ല. മുത്തശ്ശനെയും മുത്തശ്ശിയെയും സ്നേക്ക് മാൻ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നു. അതെ, അവരെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഇപ്പൊ ഹാങ്ങിങ് വാലിയിലേക്ക് പോവാണ്. ഓക്കേ ശിവ, ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കാം.
വന്നു കഴിഞ്ഞു. വന്നോണ്ടിരിക്കുന്നുണ്ട്. പിടിക്കവനെ. മോനെ ശിവ, അങ്ങനെ തന്നെ മോനെ, ഒരുത്തനെയും വിടരുത്. നിക്ക് ശിവ, എന്റെ കൺട്രോളിന്റെ നെല്ലിപ്പലക പോകുന്നു. നീ എന്റെ മുന്നിൽ വന്ന് കീഴടങ്ങ്. എങ്കിൽ മാത്രമേ നിന്റെ മുത്തി രക്ഷപ്പെടൂ. അല്ലെങ്കിൽ എന്റെ പാമ്പുകൾ ഇവരെ കടിച്ചു കൊന്നുകളയും. ശിവ, നിക്ക്. ഞാൻ വന്ന് സറണ്ടർ ആയിക്കോളാം. അവർ രണ്ടുപേരെ ഒന്നും ചെയ്യരുത് പ്ലീസ്. ഗുഡ് ബൈ. അങ്ങനെ മെല്ലെ മെല്ലെ അതേപോലെ തലകുരിച്ച് പയ്യെ പയ്യെ എന്റെ അടുത്തേക്ക് വാ. ശിവ, വേണ്ട മോനെ, അങ്ങനെ സറണ്ടർ ആവേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ കാര്യം അങ്ങ് വിട്ടേക്ക് മോനെ. ശിവ, നീ സറണ്ടർ ചെയ്യല്ലേ. ഫൈറ്റ് ചെയ്യ്. അവനെ എതിർത്ത് ഫൈറ്റ് ചെയ്യ്. അവനെ എങ്ങനെ ഫൈറ്റ് ചെയ്യാനാ? മുത്തച്ഛന്റെ ജീവൻ അപകടത്തിലല്ലേ? ഇപ്പൊ പറ, കുട്ടീനെ വിളിക്കരുതെങ്കിൽ. കുട്ടി കുട്ടി കുട്ടി. സർപ്പീലയുടെ പോക്ക് ആർക്കും ഗ്രഹിക്കാൻ പറ്റില്ല ശിവ. ഞാൻ എന്റെ വാക്കിൽ ഉറച്ചു നിൽക്കുന്നവനാ. മുത്തവും മുത്തിയും നിങ്ങൾക്ക് വീട്ടിൽ പോകാം. ഞാൻ ശിവനെ കൊണ്ടുപോക്കോളാം. മുത്തശ്ശനും പോയി കഴിഞ്ഞു. They are safe now. Now I can attack. നിന്റെ കളി ഇതോടെ കഴിഞ്ഞു സ്നേക്ക് മാൻ. ഹലോ രേവ, I'm okay. പക്ഷേ സ്നേക്ക് മാൻ എവിടെ ഓടിപ്പോയി? നമ്മുടെ ശിവയ്ക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല. നിങ്ങളാണെങ്കിൽ അന്വേഷിക്കാതെ ഇവിടെ തലയിൽ കൈയും കൊടുത്ത് ഇങ്ങനെ ഇരിക്കുവാണല്ലേ. ശിവ, എവിടെയാണ് മോനെ? ആണോ? മുകളിലുള്ളവന് ഒരുപാട് നന്ദി. വേഗം വാ മോനെ വീട്ടിലേക്ക്. ശിവ പറയുവാണ് ശിവയ്ക്ക് ഒരു കുഴപ്പമില്ലെന്ന്. ആ സ്നേക്ക് മാൻ ആണെങ്കിൽ അവിടുന്ന് ഓടിക്കളഞ്ഞു അത്രേ. അല്ല, തനേജയും സ്വാമിയും എല്ലാവരും ഉണ്ടല്ലോ. എന്റെ പാട്ട് കേട്ടിട്ട് ഇഷ്ടപ്പെട്ട് ഓടി വന്നതാണല്ലേ. കൊള്ളാമോ? കേട്ടോളൂ കേട്ടോളൂ, ഞാൻ വേണമെങ്കിൽ ഇനിയും പാടാം.
ദിവസവും ബാങ്കിലും കടകളിലും മോഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സ്നേക് മാനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. ശിവ, ഈ സ്നേക് മാനെ കുറിച്ച് ഓർത്തപ്പോ ഞങ്ങളുടെ നാട്ടിലുള്ള കോബ്ര സ്നേക്കിനെ കുറിച്ച് ഓർമ്മ വന്നു. ഒരു കോബ്ര ദിവസവും ഞങ്ങളുടെ നാട്ടിൽ വന്ന് കോഴികളെയും കോഴിയുടെ മുട്ടകളെയും ഒക്കെ കഴിക്കുമായിരുന്നു. അങ്ങനെ ഗ്രാമത്തിൽ ഒരു മീറ്റിംഗ് വെച്ചു, കോബ്രനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമെന്ന്. അപ്പൊ നീ എന്താ ചെയ്തേ? ഞാൻ എന്താ പറഞ്ഞെന്നറിയോ? കോബ്ര എങ്ങോട്ട് പോകാനാണ്? അവന്റെ താവളത്തിലായിരിക്കും പോകുന്നത്. കാട്ടിൽ ചെന്ന് നമുക്ക് അന്വേഷിക്കാന്ന് പറഞ്ഞു. പാമ്പുകളുടെ കൂട്ടം എവിടെയാണ് അധികം ഉള്ളത് അവിടെയാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ അന്വേഷിച്ചപ്പോ അവസാനം കോബ്രയുടെ താവളം കണ്ടെത്തി. അങ്ങനെ പുറത്തു നിന്ന് മകുടി ഊതാൻ തുടങ്ങിയപ്പോഴുണ്ടല്ലോ എന്താ സംഭവിച്ചെന്നറിയോ? കുറച്ചു നേരം കഴിഞ്ഞപ്പോ കോബ്രകളൊക്കെ പുറത്തേക്ക് വന്നു. അങ്ങനെ അതിന് ശരിക്കും വലയിട്ടങ്ങ് പിടിച്ചു. ഹലോ ആദി, നന്നായി. നീ വളരെ ജീനിയസ് ആണ് കേട്ടോ. നീ ഒരു ഐഡിയ ഇപ്പൊ തന്നേ. ഇനി ആ സ്നേക് മാനെ പിടിക്കാൻ വളരെ എളുപ്പമായിരിക്കും. അതില് ഞാൻ ഭയങ്കര ജീനിയസ് ആണല്ലോ. പക്ഷെ ഒരിക്കലും അതിന്റെ അഹങ്കാരം കടിച്ചിട്ടില്ല. പക്ഷേ ഒരു കാര്യം നീ എന്നോട് പറയ, ആ സ്നേക് മാനെ നീ എങ്ങനെയാ പിടിക്കാൻ പോകുന്നത് പറ. സ്നേക് മാൻ ചെറിയ പാമ്പൊന്നും അല്ല. ചെറിയ താവളത്തിൽ ഒളിച്ചിരിക്കാൻ അവൻ തീർച്ചയായും ഗുഹയിലാവും ഉണ്ടാവുക. ഒരുപാട് കേവ് എവിടെയുണ്ടോ അവിടെയാണ് നമ്മൾ പോവേണ്ടത്. അതായത് മൗണ്ടൻ ഓഫ് കേവിലല്ലേ? അവിടെ ഒരുപാട് കേവ്സ് ആണ് ഉള്ളത്. അതെ, അത് തന്നെ. നമ്മൾ അവിടെ ചെന്ന് മകുടി ഊതാൻ തുടങ്ങിയാൽ അവന്റെ പാമ്പുകളൊക്കെ വളരെ വിഷമിക്കും. അങ്ങനെ അവൻ പുറത്തേക്ക് വരാനായിട്ട് അവൻ നിർബന്ധിക്കും. നല്ല ഐഡിയ ആണ്. എനിക്കറിയാം മകുടി എങ്ങനെയാണ് ഊതേണ്ടതെന്ന്. നമുക്ക് ലഡു സിംഗ് സാറിനോട് കാര്യം പറയാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ എല്ലാം തന്നെ കേട്ടു. ഞാനും ഇത് തന്നെ പ്ലാൻ ചെയ്തത്. നിന്നോട് ഞാൻ പറയാതിരിക്കായിരുന്നു, അറിയോ? എന്നാ പിന്നെ ലഡു സിംഗ് സാറേ, ഇവിടെ തന്നെ ഒരു പോലീസ് സ്റ്റേഷൻ വെച്ചൂടെ? ഈ കുന്തമാരാ ഇപ്പൊ ഈ ഊതറേ? ആരടാ ഊതറേ? ഓക്കെ ലഡു സിംഗ് സാർ, ഞാൻ പോവാണ്. നിങ്ങൾ പിന്നെ വന്നാ മതി. ചിറ്റപ്പ, എനിക്ക് തോന്നുന്ന ആ ശിവയെ എന്തോ പരിപാടി ഒപ്പിക്കുന്നുണ്ട്. ആ ഊതിയതൊക്കെ അവനാണ് തോന്നണോ? ആ ചെറുക്കൻ തോൽവി സമ്മതിക്കുന്നവരുടെ കൂട്ടത്തിലുള്ളതല്ല. പെട്ടെന്ന് നമുക്ക് ഈ സ്വർണവും വെള്ളിയും കുന്തവും കുടച്ചക്രമൊക്കെ എടുത്ത് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടേ പറ്റൂ. അതാ ശരി. നിനക്കൊരു കാര്യം അറിയോ? എനിക്ക് പണത്തിനോട് ആർത്തിയേ ഇല്ല. ഞാൻ ആന്റിഡോട്ട് റെഡിയാക്കി കഴിഞ്ഞു. ഇതാ നോക്കൂ, എന്നെ നോക്കൂ. ഞാൻ വീണ്ടും പഴയ രൂപത്തിലായി. വരൂ, ഞാൻ സ്പ്രേ ചെയ്ത് നിന്നെയും പഴയ രൂപത്തിലാക്കാം. എന്റെ പുന്നാരൻ ചിറ്റപ്പ്, ഇപ്പോഴല്ലേ ശരിക്കെന്റെ കളി തുടങ്ങാൻ പോണത്. നമ്മൾക്ക് കുറെ ദൂരം സഞ്ചരിക്കാനുണ്ട്. ആ സ്പ്രേ അത്രയും നാള് അവിടെ തന്നെ കിടക്കട്ടെ. ഇനി ആരുമില്ല ഈ സ്നേക് മാനെ തടയാനായിട്ട്. നിന്നെ തടയാൻ ആളെത്തിക്കഴിഞ്ഞു സ്നേക് മാൻ. നീ ഇവിടെയും എത്തിയോ? ആ ഊത്ത് നീയല്ലടാ ഊതിയത്. ഞാൻ ഏത് കേവിലാന്നറിയാൻ വേണ്ടി സത്യം പറ കുട്ടി. അങ്കിൾ, ഞാൻ പറഞ്ഞിട്ടില്ലേ കുട്ടി എന്ന് വിളിക്കരുതെന്ന്. അയ്യോ, ശിവ, ഇത്രയും നേരം ഞാൻ നിന്നെ ഒരു കുട്ടിയായിട്ടാണ് കരുതിയത്. പക്ഷെ ഇനി അങ്ങനെയില്ല. ഇളിച്ച് കാണിക്കണ്ട, ശിവയെ പേടിപ്പിക്കേ.
അല്ല, നീ എന്നോട് പറഞ്ഞത് ഈ മരുന്ന് കളഞ്ഞു എന്നല്ലേ? ഹേയ് ചിറ്റപ്പ്, താങ്കൾ ഭയങ്കര പാവമാണ്. ഞാനിതിനെ ഈ ഒരു ദിവസത്തേക്ക് വേണ്ടിയാണ് കാത്തു സൂക്ഷിച്ചു വെച്ചത്. ഇത് അതേ കെമിക്കൽ അല്ലേ? താങ്കളെ പകുതി പാമ്പാക്കി വെച്ച അതേ കെമിക്കൽ. ഇനി കാണ് ഞാൻ എന്താണ് ചെയ്യാൻ പോടേണ്ടത്. അങ്ങനെ ചെയ്യരുത്, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഇവിടെ വാടോ ലഡ്ഡു സിംഗ്. എടാ മോനെ ലഡ്ഡു, ഹേയ് ലഡ്ഡു, ഇവിടുന്ന് 50,000 കിലോമീറ്റർ ദൂരത്ത് നിന്ന് ഒരു കുഞ്ഞു പോലും നിന്നെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നൃത്തം ഒരിക്കലും നിർത്തരുതെന്ന്. ഞാൻ നിർത്തിട്ടേ ഇല്ലല്ലോ. എന്നെ വിട്ടാലല്ലോ എനിക്ക് ഡാൻസ് ചെയ്യാൻ പറ്റുള്ളൂ. പ്ലീസ് എന്നെ ഒന്ന് ഇറക്കി വിടൂ, ഞാൻ ഡാൻസ് കളിച്ചോളാം. ശിവ, കൂട്ടുകാരെ പറ്റിയുള്ള വിചാരം നിർത്ത്, എന്നിട്ട് നിന്നെ കുറിച്ച് വിചാരിക്ക. ശിവ, ആ മോളിലൊരു കുപ്പിയിൽ ആന്റിഡോട്ട് ഉണ്ട്. എങ്ങനെയെങ്കിലും അത് എടുത്ത് ഇവന്റെ മോളിൽ സ്പ്രേ ചെയ്യൂ. ഇപ്പൊ പറ, നിന്നെ കുട്ടിന്ന് വിളിക്കണോ അതോ ശിവന്നോ? ഇപ്പൊ വന്നില്ലേ എന്റെ പിടിയില്. നോക്കൂ, നിങ്ങളുടെ കൂട്ടുകാരൻ ശിവ എങ്ങനെയാണ് ഒരു സഹായമില്ലാണ്ട് താഴെ വീണ് കിടക്കണ കണ്ടില്ലേ? വരൂ കുട്ടികളെ, എന്നെ തല്ലി അങ്ങോട്ട് കൊല്ലൂ. ഇനി നോക്ക് കുട്ടി, ഞാൻ എങ്ങനെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് നിന്നെ അങ്ങ് കൊന്നു തീർക്കും. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. വെൽക്കം ബാക്ക് ടു ഹ്യൂമൻ വേൾഡ് അങ്കിൾ. ഞാൻ സ്പ്രേ ബോട്ടിൽ എടുത്തത് നിങ്ങൾ അറിഞ്ഞതേ ഇല്ല. പക്ഷെ ബോധം കെട്ട രീതിയിൽ ഞാൻ അഭിനയിക്കായിരുന്നു, കാരണം നിങ്ങളുടെ മുഖത്തിന്റെ അടുത്ത് എത്താൻ. ഇല്ല 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 ഇല്ല, വേണ്ട. എന്തിനാടാ ആവശ്യമില്ലാതെ തല്ലുകൊള്ളുന്നേ? നീ സ്നേക് മാൻ ആയിരുന്നിട്ടും ശിവയെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇനിയിപ്പോ എന്തോ ചെയ്യും? ശിവ, താങ്ക് യു വെരി മച്ച്. നീ ഇവനെ പഴയ രൂപത്തിലാക്കി. എന്റെ പരീക്ഷണങ്ങൾ തെറ്റിയതിന് ഒരുപാട് പണവും സ്വർണവും കൊള്ളയടിച്ചു. അവൻ ചെയ്ത തെറ്റിന് ഞാൻ നിങ്ങളോടൊക്കെ മാപ്പ് ചോദിക്കും. സോറിയോ? ഇനി ഇവനല്ലേ സോറി പറയണ്ടേ, അതും ജയിലിനകത്ത് നിന്ന് പാമ്പ് ഡാൻസ് കളിച്ചോണ്ട്. ഇവൻ ജയിലിനകത്തുള്ളിടത്തോളം കാലം ഞാൻ ടേപ്പ് ഓൺ ചെയ്ത് ഇവനെ കൊണ്ട് പാമ്പ് ഡാൻസ് കളിപ്പിക്കും. ഇവൻ എന്നെ ഒരുപാട് പാടുപെടുത്തിയത് അറിയോ? എന്തേ, ഇനി മുതൽ നിനക്ക് ജയിലിനകത്ത് തന്നെ കിടക്കാം. ഡാൻസ് ചെയ്യാൻ പെടറാം. ഊതാൻ തുടങ്ങിക്കോ, വേഗം ഊത്. ഇപ്പൊ ഊതാൻ തുടങ്ങിയാലേ ഡാൻസ് കളിക്കാൻ പ്രാക്ടീസ് ചെയ്യൂ. Watch India's largest kids library only on Jio Hotstar. Download the app now.